വണക്കം. ബോട്ടിൽ രാധ ഈ സിനിമയിലെ നായകനെ പറ്റി പറയുകയാണെങ്കിൽ ആദ്യം തന്നെ പറയാം, മിന്നൽ മുരളിയിലെ വില്ലനാണ് പുള്ളി. അങ്ങനെ പറഞ്ഞാൽ ഇപ്പോൾ മലയാളികൾക്ക് പൊതുവെ അറിയത്തുള്ളൂ. മിന്നൽ മുരളി എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് അഭിനയിച്ചിട്ടുള്ള നടൻ, അതായത് നമ്മുടെ ഗുരു സോമസുന്ദരം. പുള്ളിയുടെ ജോക്കർ എന്ന് പറയുന്ന സിനിമ, അതായത് മിന്നൽ മുരളിയൊക്കെ ഇറങ്ങുന്നതിനേക്കാളൊക്കെ മുമ്പേ നമ്മൾ തമിഴ് പടങ്ങളൊക്കെ കാണുന്നതുകൊണ്ട് അറിയാം, ഈ പുള്ളിയെ പറ്റി അറിയാം. പുള്ളിയുടെ ആക്ടിങ് എബിലിറ്റി, അല്ലെങ്കിൽ ഇത്രയും കിടിൽ നടനാണെന്നുള്ള കാര്യം പലർക്കും പുള്ളിയെ മിന്നൽ മുരളി കണ്ടതിന് ശേഷമാണ് മനസ്സിലായത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ, അല്ലെങ്കിൽ പൊതുവെ എല്ലാ പടങ്ങളും വിടാതെ കാണുന്നവർക്ക് പുള്ളിയെ അറിയാൻ പറ്റും. പുള്ളിയുടെ അന്യായം കിടില പടങ്ങളുണ്ട് കുറേ തമിഴിൽ. അപ്പോൾ ആ പുള്ളിയുടെ ഒരു സിനിമയാണ് ഈ ബോട്ടിൽ രാധ എന്ന് പറഞ്ഞ് നമ്മുടെ കേരളത്തിൽ ഇറങ്ങിയിട്ടുള്ള വെള്ളം എന്ന് പറയുന്ന സിനിമയുടെ ഒരു വേറൊരു രീതിയിലുള്ള ഒരു പടമാണ്. അതേ കഥയും അങ്ങനെയൊന്നും നല്ല പറയുമെങ്കിലും നമ്മൾ ആ ഒരു മൂടി കാണുന്ന പടമാണ്. ഇതുപോലുള്ള ഈ മദ്യപാനികളായിട്ടുള്ള ആൾക്കാരുടെ സിനിമ, അത് പൊതുവേ എല്ലാ സിനിമകളും അവസാനം എത്തുമ്പോഴത്തേനും മദ്യപാനമൊക്കെ നിർത്തി പഴയ ജീവിതത്തിലേക്ക് എത്തി സന്തോഷകരമായി ദാമ്പത്യം മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഇതൊക്കെ തന്നെയല്ലേ, അത് ഇതിനകത്ത് അത് തന്നെയാണ്. പിന്നെ ഈ സിനിമയിൽ ഗുരു സോമസുന്ദരം എടുത്ത് വെച്ചേക്കുന്ന ക്യാരക്ടർ, അതിനകത്ത് ജോൺ വിജയ് ആ സിനിമയ്ക്കകത്ത് കൊണ്ടുവന്ന ഒരു ജോൺ വിജയൊക്കെ നമ്മൾ എല്ലാത്തരം പരിപാടിയും ചെയ്യാൻ പറ്റുന്ന ഒരു നടനാണ് ജോൺ വിജയ്. പുള്ളിയുടെ റേഞ്ച് വേറെയാണ്. പുള്ളി ഈ ധാരാളം സിനിമകൾ, പുള്ളിയുടെ ഇതുവരെ ഇറങ്ങിയിട്ടുള്ള എല്ലാ സിനിമയും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ പുള്ളിയെ ഞാൻ ആദ്യമായിട്ടൊക്കെ കുറേ സിനിമകൾ കാണുമ്പോൾ കോമഡി താരമായിട്ടാണ് കണ്ടിട്ടുള്ളത്. അതിനുശേഷം പുള്ളി വില്ലനായിട്ട് വന്നപ്പോഴത്തേനും പക്ക വില്ലൻ. നമ്മൾ ഈ കലാഭമണിയുടെയൊക്കെ ഒരു വേറൊരു ഐറ്റമാണ് തമിഴിൽ ജോൺ വിജയ്. ലൂസിഫറിലൊക്കെ വന്ന് ചെയ്തേക്കുന്ന ഒരു വില്ലൻ ക്യാരക്ടറാണ്. പക്ഷേ പുള്ളി യഥാർത്ഥത്തിൽ വില്ലനല്ല. പുള്ളി എന്ന് പറഞ്ഞാൽ ഒരു കോമഡി താരമാണ്. ആ ജോൺ വിജയ് ഈ സിനിമയിൽ വന്നിട്ട് അടിപൊളി ഒരു സെൻറ്റി റോളൊക്കെ ചെയ്തിട്ടുണ്ട്, ഒരു സെൻറ്റി സീനൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ഇതാണ് ഒരു മദ്യപാനി ആയി അതിന് ശേഷം മാറി, പക്ഷേ ഒരു സീൻ പോലും നമുക്ക് ഓടിച്ചു വിടാൻ പറ്റത്തില്ല. അത്രയ്ക്കും ഒരു എൻജോയ് ചെയ്തിരുന്ന് കാണാൻ പറ്റുന്ന നല്ലൊരു മെസ്സേജുള്ള, പലർക്കും കണ്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. കാരണം കുടുംബമാണ്, എല്ലാവർക്കും കുടുംബമാണ് വലുത്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു പടമാണ് ബോട്ടില്ലാതെ എന്ന് പറയുന്ന സിനിമ. പിന്നെ ഞാനാണെങ്കിൽ ഒരു സുരൽ എന്ന് പറയുന്നൊരു വെബ് സീരീസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്, സെക്കൻഡ് പാർട്ട്. ഫസ്റ്റ് ഞാൻ കണ്ട അതിൻ്റെ റിവ്യൂ ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ഞാൻ ഇതിൻ്റെ റിവ്യൂ ഇടാം, സുരൽ എന്ന് പറയുന്ന അതിൻ്റെ. ഈ സിനിമ മസ്റ്റായിട്ടും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ്. എൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ പറയുകയാണ്. സമയമുണ്ടെങ്കിൽ എൻ്റെ ഈ റിവ്യൂ കാണുന്ന കുറച്ച് ആൾക്കാരെങ്കിലും കാണുമല്ലോ, അവർ കണ്ടിരിക്കുക. നല്ല സിനിമയാണ്.